പുലപ്പേടിയും മണ്ണാപ്പേടിയും കേരളത്തിന്റെ ഭീകരരാത്രികൾ. കേരളത്തിന്റെ ഭൂതകാലം നവോത്ഥാനത്തിന്റെയും പുരോഗതിയുടെയും മാത്രം കഥയല്ല. ജാതിയുടെ പേരിൽ മനുഷ്യനോട് കാട്ടിയ കൊടും ക്രൂരതയുടെ കൂടി ചരിത്രമാണ്. അത്തരം അനാചാരങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വിചിത്രവും ഭയാനകവുമായ ഒന്നായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും. സ്ത്രീയുടെ അന്തസ്സിനും മനുഷ്യന്റെ ജീവനും ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ഈ ആചാരം ഫ്യൂഡൽ കാലഘട്ടത്തിലെ കേരളീയ സമൂഹത്തിന്റെ ജീർണതയുടെ പ്രതീകമായിരുന്നു. എന്തായിരുന്നു പുലപ്പേടി? പുലപ്പേടി പ്രധാനമായും ബ്രാഹ്മണരല്ലാത്ത സവർണ സ്ത്രീകളെ, പ്രത്യേകിച്ച് നായർ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള ഒന്നായിരുന്നു. വർഷത്തിലൊരു നിശ്ചിത കാലയളവിൽ, സാധാരണയായി കർക്കിടക മാസത്തിലെ ഇരുണ്ട രാത്രികളിൽ, പുലയ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകപ്പെട്ടിരുന്നു. സന്ധ്യയ്ക്ക് ശേഷം ഏതെങ്കിലും സവർണ സ്ത്രീയെ വീടിന് പുറത്ത് തനിച്ചു കണ്ടാൽ, കണ്ടേ എന്നു വിളിച്ച് ആ സ്ത്രീയെ തൊടാനോ അവളുടെ നേർക്ക് കല്ലെറിയാനോ പുലയപുരുഷന് അവകാശമുണ്ടായിരുന്നു. അങ്ങനെ പുലപ്പേടിക്ക് ഇരയായ സ്ത്രീയെ അശുദ്ധയായി കണക്കാക്കി സ്വന്തം കുടുംബവും സമുദായവും പുറന്തള്ളിയിരുന്നു. അതോടെ അവൾക്ക് ആ പുലയപുരുഷനോടൊപ്പം പോകുകയല്ലാതെ മറ്റു വഴിയുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടുകാർ അവളെ മരിച്ചതായി കണക്കാക്കി അടിയന്തരം നടത്തുക പോലും ചെയ്തിരുന്നു. ഇതിന് സമാനമായി മണ്ണാൻ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർ നടത്തിയിരുന്ന ആചാരമായിരുന്നു മണ്ണാപ്പേടി. പുലപ്പേടി എന്നത് പുലയ പുരുഷന്മാർക്ക് നൽകിയിരുന്ന ഒരു അംഗീകാരമായിരുന്നില്ല, മറിച്ച് സവർണ പുരുഷാധിപത്യം പല ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ഒരു സാമൂഹിക ആയുധമായിരുന്നു. സ്ത്രീകളെ നിയന്ത്രിക്കാൻ, സവർണ സ്ത്രീകളുടെ സഞ്ചാരസ്വാതന്ത്ര്യവും സാമൂഹിക ജീവിതവും നിയന്ത്രിക്കാനുള്ള ഒരു മാർഗമായിരുന്നു ഇത്. പുലപ്പേടി ഭയന്ന് സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞാൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. ജാതീയമായ ഭയം നിലനിർത്താൻ, പുലയൻ തൊട്ടാൽ അശുദ്ധിയാകും എന്ന ഭയം സമൂഹത്തിൽ നിലനിർത്തി ജാതിവ്യവസ്ഥയെ കൂടുതൽ കർശനമാക്കാൻ ഈ ആചാരം സഹായിച്ചു. ഈ ആചാരത്തിലെ യഥാർത്ഥ ഇരകൾ പുലയ പുരുഷനും സവർണ സ്ത്രീയും ഒരുപോലെയായിരുന്നു. സ്ത്രീക്ക് തന്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ പുലയ പുരുഷൻ സവർണരുടെ അധികാരവ്യവസ്ഥയിലെ ഒരു ഉപകരണം മാത്രമായി മാറി. ഈ മനുഷ്യത്വഹീനമായ ആചാരം കേരളത്തിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടു. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ചരിത്രപരമായ വിളംബരം നടന്നത്. ക്രിസ്തുവർഷം 1696-ൽ, അതായത് കൊല്ലവർഷം 871-ൽ, അന്നത്തെ വേണാട് രാജാവായിരുന്ന കോട്ടയം ഉദയവർമ്മ രാജാവിന്റെ ഭരണകാലത്താണ് ഈ ദുരാചാരം നിർത്തലാക്കിയത്. ചില ചരിത്രകാരന്മാർ വേണാട് ഭരിച്ചിരുന്ന ആദിത്യവർമ്മ രാജാവിന്റെ നിർണായകമായ ഇടപെടലാണ് ഇതിനു പിന്നിലെന്ന് പറയുന്നു. വിളംബരം ഇങ്ങനെ: പുലപ്പേടി നടത്തുന്ന പുരുഷനെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ചു കൊല്ലാനും, പുലപ്പേടിക്കിരയാകുന്ന സ്ത്രീയെ പുറന്തള്ളുന്നതിന് പകരം എല്ലാ ബഹുമതികളോടുകൂടി സംരക്ഷിക്കാനും രാജാവ് ഉത്തരവിട്ടു. ഈ ശക്തമായ വിളംബരം വന്നതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു ദുരാചാരത്തിന് അന്ത്യമായി. പുലപ്പേടിയും മണ്ണാപ്പേടിയും പോലുള്ള ആചാരങ്ങൾ ജാതിയും പുരുഷാധിപത്യവും ചേരുമ്പോൾ ഒരു സമൂഹം എത്രമാത്രം അധപ്പതിക്കാം എന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ്. 17-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ നിരോധനം കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ആദ്യത്തെ നാഴികക്കല്ലുകളിൽ ഒന്നായി കണക്കാക്കാം. ഇത്തരം ചരിത്രങ്ങൾ ഓർക്കുന്നത് നാം ഇന്നനുഭവിക്കുന്ന സാമൂഹിക സ്വാതന്ത്ര്യത്തിന് പിന്നിൽ നിരവധി പോരാട്ടങ്ങളുടെയും പരിഷ്കരണങ്ങളുടെയും കഥകളുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു.